എന്റെ ഓഫീസിലേക്ക് 15ഓളം വരുന്ന ഡിവൈഎഫ്ഐക്കാരുടെ മാർച്ച് നടത്തുകയുണ്ട്. ഡിവൈഎഫ്ഐക്കാരന് മാർച്ച് നടത്താനൊന്നും ഞങ്ങൾക്ക് ആർക്കും പ്രയാസമില്ല. പക്ഷേ അവർ വന്ന് അവർ ഓഫീസ് അടയ്ക്കണം, ഷട്ടർ താഴ്ത്തണം, ഓഫീസിലുള്ള മുഴുവൻ ആളുകളും പോകണം. അവിടെ പല ആളുകളും വന്ന് ഓരോ സമയത്തും വരും. മരുന്നിന് ആളുകൾ വരാറുണ്ട്, ആശുപത്രി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാറുണ്ട്, മക്കളുടെ ചികിത്സയുടെ കാര്യത്തിന് വരാറുണ്ട്, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ജനങ്ങൾ വരാറുണ്ട്. അവിടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂരൽമലയിലെയും മുണ്ടകയിലെയും ആളുകൾ വരാറുണ്ട്. വികസനപരമായ കാര്യങ്ങൾക്ക് ആളുകൾ വരാറുണ്ട്. ഇങ്ങനെ ദൈനംദിനം നിരവധി ആളുകൾ കയറി ഇറങ്ങുന്ന ഓഫീസാണ്. ആ ഓഫീസ് 15ഓളം ഡിവൈഎഫ്ഐക്കാർ വന്ന് പറയാണ് ആ ഓഫീസ് അങ്ങ് ഷട്ടർ താഴ്ത്തണം. പോലീസിന്റെ CI അടക്കമുള്ള പോലീസുകാർ പറയാണ് അതങ്ങ് താഴ്ത്തണം. ഞങ്ങൾ ഒരു കാര്യം പറയാം, ഡിവൈഎഫ്ഐക്കാരനും CI അടക്കമുള്ള പോലീസുകാർ പറഞ്ഞാൽ താഴ്ത്താനുള്ളതല്ല, ഉത്തരവാദിത്തത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ജനങ്ങളുടെ ഓഫീസാണ്. ഇത് എന്റെ വ്യക്തിപരമായ ഓഫീസല്ല, ഇത് ജനങ്ങളുടെ ഓഫീസാണ്. ഈ ജനങ്ങളുടെ ഓഫീസ് എന്നെ താറടിക്കാൻ കുറെ ആയി ഇവർ നടക്കുകയാണ്, മോശമാക്കാൻ, എന്നെ മുഖം വികൃതമാക്കാൻ. ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അവിടെ എന്റെ പേരൊന്ന് ചീരുക, ഇതൊക്കെയാണ് പരിപാടി. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിലൊന്നും ഞങ്ങൾക്ക് ഭയമില്ല. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ഒരു കാര്യം പറയാം, വളരെ കൃത്യമായി പറയാം, കൽപ്പറ്റയെ കൂടെ ഇറങ്ങി നടക്കൂല, ഞങ്ങൾ കാണിച്ചു തരാം. കൽപ്പറ്റയിലെ ടൌണിന്റെ ഹൃദയഭാഗത്ത് UDF പ്രവർത്തകന്മാരോടൊപ്പം ഞങ്ങൾ ഇത് വന്നിരിക്കുക. ഒന്ന് തടയും നിങ്ങൾ. ഇവിടെ നടന്നിട്ട് അങ്ങോട്ട് വന്നത് നിങ്ങൾ തടയോ? അങ്ങനെയുള്ള ധിക്കാരൊന്നും വിലപ്പോകില്ല. ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചു, IC ബാലകൃഷ്ണൻ MLA യുടെ ഓഫീസ് ആക്രമിച്ചു, ഡോൺ ബോസ്കോ കോളേജ് അടക്കമുള്ള കോളേജ് ആക്രമിച്ചു, ഇന്ന് എന്റെ ഓഫീസ് ആക്രമിച്ചു. ഈ ക്രിമിനൽ സംഘത്തെ മുഴുവൻ പോറ്റി വളർത്തുന്നത് വയനാട്ടിലെ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ്. ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇവിടെ ക്രിമിനലുകളെ, ആ ക്രിമിനലുകൾക്ക് വേണ്ട ഒത്താശ ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾ പറയാം, ഞങ്ങൾ തോറ്റോടുന്നവരല്ല. പിന്നെ വിജയേട്ടന്റെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതിൽ ആ കുടുംബത്തിന്റെ കൂടെ നിന്നവരാണ് ഞങ്ങൾ. കോൺഗ്രസ് പാർട്ടി അവസാനം വരെ വിജയേട്ടന്റെ മരണശേഷം വിജയേട്ടന്റെ പ്രശ്നത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന് ആശ്വാസം കിട്ടാൻ, അവരുടെ ആശുപത്രിയിലായപ്പോൾ അവിടെ പോകാൻ, അവർക്ക് 20 ലക്ഷം ആദ്യം കൊടുക്കാൻ, അത് കഴിഞ്ഞ് വീണ്ടും അഹല്യയിലുള്ള ഫൈനാൻസ് സംബന്ധിച്ച ആ പ്രശ്നം പരിപൂർണമായി തീർക്കാൻ, ഇനി തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്ത ഏക കാര്യം ഇനി ബാക്കിയുള്ളത് ആ വീടിന്റെ സ്ഥലത്തിന്റെ ആധാരം ബാക്കി കൊടുക്കാനാണ്, എടുത്തു കൊടുക്കാനാണ്. അതിന്റെ ചർച്ചയും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അല്പം വൈകിപ്പോയിട്ടുണ്ട്, അതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. പാർട്ടി ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും അത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക. ആ മുന്നോട്ട് പോകുന്ന പാർട്ടിയെ കരിവാരിത്തേക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. CPM ആദ്യം, ഡിവൈഎഫ്ഐക്കാർ ആദ്യം മാർച്ച് നടത്തേണ്ടത് ബ്രഹ്മഗിരി ഓഫീസിലേക്കാണ്. സ്വന്തം പാർട്ടി സഖാക്കന്മാരുടെ ജീവരക്തം കൊണ്ട് പണിതുയർത്തിയ സ്ഥാപനം, ഡെപ്പോസിറ്റ് പണം കൊടുത്തതായ പണം, ആ പണം കൊടുക്കാൻ തയ്യാറാകാതെ ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന നിരവധി ആളുകളുണ്ട് അവിടെ. പാർട്ടി നേതാക്കന്മാർക്ക് മുമ്പിൽ കൈയും യാചനയുമായി പോകുന്നവർ അവരുടെ ദീനതയും ദൈന്യതയും കണ്ട് പരിഹരിക്കാനാണ് CPM ആദ്യം ശ്രമിക്കേണ്ടത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആദ്യം ബ്രഹ്മഗിരി പ്രശ്നം തീർത്തിട്ട് മതി MLAയുടെ ഓഫീസിലേക്കും മറ്റുള്ള നേതാക്കന്മാരെയും തോണ്ടാൻ വരാൻ. ആ തോണ്ടിൽ നിന്നും നിന്നുകൊടുക്കുന്ന ആളുകളല്ല ഞങ്ങളെന്നും ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു. അഴിമതിയുടെ കൂത്തരങ്ങായ ബ്രഹ്മഗിരിയിൽ പോയി ആദ്യം സമരം ചെയ്യും. സ്വന്തം കാലിലെ വലിയതായിരിക്കുന്ന സാധനം പേറി നടക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് നേരെ വിരച്ചുണ്ട്. ആ ഏർപ്പാട് നടക്കുന്ന പ്രശ്നമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഭീഷണിക്ക് മുമ്പിൽ 1 ഇഞ്ച് താഴാതെ ഷട്ടർ ഉയർത്തി അഭിമാനത്തോടുകൂടി UDF MLA പ്രവർത്തിക്കും. കാണാം നമുക്ക്.